നിങ്ങൾ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു ഇലക്ട്രിക് കാർ വാങ്ങാൻ ആലോചിക്കുന്ന ആളാണോ? എങ്കിൽ നിങ്ങളുടെ മുന്നിലെ രണ്ട് പ്രധാന ഓപ്ഷനുകളാണ് ടാറ്റ ടിയാഗോ EV പിന്നെ MG കോമറ്റ്. ടാറ്റ ടിയാഗോയുടെ ഏറ്റവും പുതിയ 2026 മോഡൽ ഇപ്പോൾ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. കൃത്യം 9.99 ലക്ഷം രൂപയ്ക്ക് ഇവരുടെ ടോപ്പ് എൻഡഡ് വേർഷനുകൾ നമുക്ക് ലഭിക്കും. ഒരേ വിലയാണെങ്കിലും ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത തരം ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. നിങ്ങളുടെ പണത്തിന് ഏറ്റവും മൂല്യം നൽകുന്ന വണ്ടി ഏതാണ്? നമുക്ക് നോക്കാം. ബാറ്ററിയും കരുത്തും. ആദ്യം എൻജിൻ അഥവാ മോട്ടോർ കരുത്തിലേക്ക് വരാം. ടാറ്റ ടിയാഗോ EVയിൽ 24 കിലോവാട്ട്സ് ബാറ്ററിയാണ് ഉള്ളത്. ഇത് 74 bhp കരുത്തും 114 Nm ടോർക്കും നൽകുന്നു. സാധാരണ ഒരു ഹാച്ച് ബാക്ക് കാറിന്റെ എല്ലാ കരുത്തും ടിയാഗോയിലുണ്ട്. എന്നാൽ MG കോമറ്റിലേക്ക് വന്നാൽ ഇതിൽ 17.3 കിലോവാട്ട്സ് ബാറ്ററിയാണ് ഉള്ളത്. 41 bhp കരുത്തു മാത്രമേ ഇതിന് ലഭിക്കൂ. പവർ കുറവാണെങ്കിലും സിറ്റി ട്രാഫിക്കിൽ ഓടിക്കാൻ വളരെ ലൈറ്റായ ഒരു വണ്ടിയാണിത്. എങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിൽ ടാറ്റ ടിയാഗോ ഒരു പടി മുന്നിലാണ്. റേഞ്ച്. ഇലക്ട്രിക് കാർ വാങ്ങുന്നവരുടെ ഏറ്റവും വലിയ ആശങ്ക റേഞ്ചാണ്. പുതിയ ടിയാഗോ EV ഒറ്റ ചാർജിങ്ങിൽ 285 കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു. ഒരു ചെറിയ ദൂരയാത്രയ്ക്കും സിറ്റി ഡ്രൈവിങ്ങിനും ഇത് അനുയോജ്യമാണ്. അതേസമയം MG കോമറ്റ് 230 കിലോമീറ്റർ റേഞ്ച് ആണ് നൽകുന്നത്. നിങ്ങൾ വണ്ടി സിറ്റിയിൽ മാത്രം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ റേഞ്ച് മതി എന്ന് തോന്നാം. എങ്കിലും ടിയാഗോ നൽകുന്ന ആ അധിക കിലോമീറ്ററുകൾ ഒരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. പ്രായോഗിക വശം. ഇവിടെയാണ് വലിയ വ്യത്യാസം. ടാറ്റ ടിയാഗോ ഒരു സാധാരണ കാർ പോലെ 4 ഡോറുകളുള്ള 5 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഹാച്ച് ബാക്ക് ആണ്. ഒരു ചെറിയ കുടുംബത്തിന് ഉപയോഗിക്കാൻ ഇത് തന്നെയാണ് നല്ലത്. MG കോമറ്റ് വെറും 2.9 മീറ്റർ നീളമുള്ള 2 ഡോറുള്ള ഒരു കുഞ്ഞൻ വണ്ടിയാണ്. തിരക്കുള്ള സിറ്റിയിൽ പാർക്ക് ചെയ്യാനും തിരിക്കാനും ഇത് വളരെ എളുപ്പമാണ്. ഒരു സെക്കൻഡ് കാർ എന്ന നിലയിൽ സിറ്റി ഉപയോഗത്തിന് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കോമറ്റ് മികച്ച ഓപ്ഷനാണ്. ഫീച്ചറുകൾ. പുതിയ ടിയാഗോ EVയിൽ 360 ഡിഗ്രി ക്യാമറ, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ, റെയിൻ സെൻസറിംഗ് വൈപ്പറുകൾ തുടങ്ങിയ ഒട്ടേറെ ഫീച്ചറുകൾ ടാറ്റ നൽകുന്നുണ്ട്. ഒരു പ്രീമിയം അനുഭവം ടിയാഗോ ഉറപ്പു നൽകുന്നു. MG കോമറ്റിലേക്ക് വന്നാൽ ഇതിന്റെ ഇന്റീരിയർ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഡാഷ്ബോർഡിൽ 2 വലിയ 10.24 ഇഞ്ച് സ്ക്രീനുകളാണ് വരുന്നത്. ഇത് കാറിനുള്ളിൽ ഒരു ഹൈടെക് ഫീൽ നൽകുന്നു. ടെക്നോളജി ഇഷ്ടപ്പെടുന്ന യുവാക്കളെയാണ് MG ലക്ഷ്യം വെക്കുന്നത്. 2 വണ്ടികളുടെയും ടോപ്പ് വേർഷൻ എക്സ് ഷോറൂം വില ഏകദേശം 9.99 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ ഒരു ഓൾറൗണ്ടർ വണ്ടിയാണ് വേണ്ടതെങ്കിൽ കണ്ണും പൂട്ടി ടാറ്റ ടിയാഗോ EV തിരഞ്ഞെടുക്കാം. ടാറ്റയുടെ വിശാലമായ സർവീസ് നെറ്റ്വർക്കും ഇതിന് ഗുണകരമാകും. എന്നാൽ സിറ്റിയിൽ മാത്രം ഉപയോഗിക്കാൻ സ്റ്റൈലിഷ് ആയ പാർക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഒരു കുഞ്ഞൻ വണ്ടിയാണ് വേണ്ടതെങ്കിൽ MG കോമറ്റ് EV മികച്ചതാണ്. നിങ്ങളുടെ പണം നിങ്ങൾ ഏത് വണ്ടിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക? ടാറ്റയോ അതോ MGയോ? താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഫിനാൻസ് വാർത്തകൾക്കും സ്ട്രാറ്റജിക് ഓട്ടോമൊബൈൽ അപ്ഡേഷനുകൾക്കും മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.